മക്കളെ നിങ്ങൾ വീടിൻ്റെ അകത്ത് വരെ കളിക്കും, സന്ധ്യയായല്ലോ. ദൂരെയൊക്കെ എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നു. വെളിയിൽ നിൽക്കണ്ട. ഓ, ഇവിടെ റെന്റ് കൂടുതലാണ് മോളെ. ഇവിടെ ആണെങ്കിൽ 15,000 രൂപയാണ്. പക്ഷേ ഈ ലൊക്കാലിറ്റിയിൽ എനിക്ക് വേറെ ഒറ്റ വീടില്ല അടുത്ത്. എനിക്കെങ്കിൽ പേടിയാവുന്നു. ഇതെങ്കിൽ മലമുകളിലല്ലേ ഈ വീട് മാത്രമേ ഉള്ളൂ. ഈ സ്ഥലവും അത്ര ശരിയല്ല എന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നത്. വല്ല ആൾത്താമസമൊക്കെ ഉള്ളിടത്തോട്ട് അങ്ങനെ വേറെ വല്ല വീട് നോക്കാൻ ഞാൻ ചേട്ടനോട് പറഞ്ഞു. അയ്യോ, ഞാനെങ്കിൽ പാലെടുത്ത് വെച്ചേക്കുമായിരുന്നു. നോക്കട്ടെ, കരിഞ്ഞു പോയോ എന്തോ. ഈ സ്ഥലം ഒന്നും ശരിയല്ലെന്ന് മാളോട്ടിട്ട് അവ പറഞ്ഞു കേട്ടില്ലേ? നമുക്ക് കളിയൊക്കെ മതിയൊക്കെ തിരിച്ച് വീട്ടിൽ പോവാം. ആ, ഞങ്ങൾക്ക് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് മാളോട്ടിനകത്ത് കയറി വെക്കണം കേട്ടോ. നേരെ ഇരിട്ടത് മോളെ, അത് ഞങ്ങൾക്ക് പേടി. ഇതിനപ്പുറം ഒരു കാര്യം ചെയ്യും, ഒരു പ്രാവശ്യം കൂടെ എണ്ണ ഇവിടെ ഒളിക്കട്ടെ എല്ലാരും. ഞാൻ ഒറ്റത്തവണയും കൂടെ എണ്ണ, ഒരു കളിയുള്ളൂ ഇനി. 1 2 3 4 5 6 7 8 9 10. എല്ലാരും ഒളിച്ചോ? ഞാൻ കണ്ണു തുറന്ന്. എന്റെ പൊന്നെ പേടിയാവുന്നു. എല്ലാരും ഒളിച്ചപ്പോൾ പെട്ടെന്ന് പോയാൽ എനിക്ക് പേടിയാവുന്നേ. ദൈവമേ, ഇവരൊക്കെ നീ എവിടെ പോയി കണ്ടുപിടിക്കും? ഞാൻ അങ്ങോട്ട് എവിടെ നോക്കായിരുന്നു. ചേട്ടാ, എന്നാലും ഇവരെവിടെ പോയി? എന്നെ കണ്ടില്ല അമ്മണി ചേച്ചി. ഞാനിവിടെ ഒളിച്ചിരിക്കുന്നത്. അമ്മണി ചേച്ചി അങ്ങോട്ടാണ് പോകുന്ന വഴിക്ക് ഓടിപ്പോയി സാറ്റ് വെക്കാം. എന്തോ വീണ്ടും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, കളി മതിയാക്കി പോകായിരുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഏത് ഫ്ലൈറ്റോ എന്തോ മോളെ വന്ന് നിൽക്കുന്നത്. അയ്യോ, ഞാനിപ്പോ തന്നെ അമ്മയോട് അച്ഛനും അമ്മയും വിളിച്ചു പറയട്ടെ. എന്റെ മോളെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ കണ്ടോ? നിങ്ങൾ രണ്ടുപേരെങ്കിലും ടെൻഷൻ ആകാതെ എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കാനുള്ള വഴി ആലോചിക്കുക. മക്കളെ, നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ അത് അമ്മയെ പിടിച്ചോണ്ട് പോകുന്നത്? എന്നോടൊക്കെ മാണിട്ട് അമ്മയെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞത്. ഇല്ല ചേട്ടാ, അവളെ പിടിച്ചിട്ട് പോയി കാണത്തില്ല. അവൾ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് കളിക്കുമായിരിക്കും. ഇല്ല ആന്റി, ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഏലിയൻസ് ആണെങ്കിൽ അമ്മയെ പിടിച്ചിട്ട് പോയത്. ഏലിയൻസ് ഒന്നും കണ്ടില്ല, പക്ഷെ ആ പേടകം മാത്രം ഞങ്ങൾ കണ്ടുള്ളൂ. അമ്മടേക്ക് നേരെ പറന്ന് ആ പേടകത്തിൽ തന്നെ ഒന്ന് കയറി അമ്മയെ കൊണ്ട് ആകർഷിക്കുമായിരുന്നു. അമ്മടേക്ക് നേരെ അങ്ങനെ ആകർഷിച്ചപ്പോഴത്തേക്ക് പറന്നെങ്കിൽ ആ പേടകത്തിൽ നിന്ന് കയറി. പിന്നെ പേടകം ഒന്നെങ്കിൽ ജെറ്റ് വിട്ടോലങ്ങ് പോയി. അങ്ങ് ദൂരെ നിന്നപ്പോൾ ഞങ്ങൾ കണ്ടങ്ങ് ചെറുതായിട്ട്. എന്തൊരു ചേട്ടൻ ഇപ്പൊ പെട്ടെന്ന് വരാൻ തന്നെ പറഞ്ഞിങ്ങോട്ട്. ചേട്ടൻ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ചേട്ടൻ വന്ന്. ഞാൻ കേട്ടൊക്കെ നേരാണോ? അതെ മധു, എന്റെ മോൾ അമ്മണി ഇവരെല്ലാം കൂടെ കളിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഈ പേടകം വന്നെങ്കിൽ എന്റെ അമ്മയെ പിടിച്ചിട്ട് പോയത്. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാക്കി വിവരം പറയാം. മധു, ഞാനും കൂടെ വരും അങ്ങോട്ട് പോലീസ് സ്റ്റേഷനോട്ട്. വേണ്ട, നീ അവിടെ നിൽക്കാൻ, ഞങ്ങൾ പോയിട്ട് വരാം. എനിക്ക് മധുവിനെ കണ്ടപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. ഉണ്ട് കേട്ടോ. ഇതെന്താ മധു ആക്കി ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടെന്താ തിരിച്ചു പോകുന്നത്? സാറേ, അർജന്റായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവന്റെ കൂടെ വന്നത്. ഇതെന്റെ അയൽവാസി സുഹൃത്തുമായ സന്തോഷിന്റെ മകളെയാണെങ്കിൽ ഏലിയൻസ് ആക്കി പിടിച്ചോണ്ട് പോയി. എന്തോന്ന് ഏലിയൻസ് പിടിച്ചോണ്ട് പോയെന്നോ? അതെ സാറേ, ഈ മധുവിന്റെ മക്കളുടെ കൂടെ ആണെങ്കിൽ എന്റെ മോളായി കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണെങ്കിൽ ഏലിയൻസ് വന്നിട്ടാണെങ്കിൽ ഒരു പേടകത്തിൽ പിടിച്ചോണ്ട് പോയെന്നാ മക്കൾ പറഞ്ഞത്. എന്റെ മധു, നീ ഈ പിള്ളേരൊക്കെ പറഞ്ഞ് കേട്ടങ്ങ് വിശ്വസിച്ചോ? അതെ സാറേ, പിടിച്ചോണ്ട് പോയി. കേട്ടോ വിശ്വംബരൻ, ഈ ഏലിയൻസ് അതൊക്കെ നമ്മൾ കഥകളിലല്ലേ കേട്ടിട്ടുണ്ട്. അതായത് അന്യഗ്രഹ ജീവികളൊക്കെ നമ്മുടെ ഇവിടെ വന്നിട്ട് പിള്ളേരെ പിടിച്ചോണ്ട് പോകുന്ന നടക്കുന്ന കാര്യം വന്നു.
പിള്ളേർ കളിച്ചോണ്ടിരിക്കായിരുന്നല്ലേ പറഞ്ഞത്? ആ ഏരിയയിൽ എവിടെങ്കിലും കാണും, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും അന്വേഷിക്കും. ഇല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യമാ. പിള്ളേർ പറഞ്ഞത് കറക്റ്റ് കാര്യമാ. സാറുമാരെ നിങ്ങളൊന്ന് വിശ്വസിക്ക്. എന്റെ മോളെ ഏലിയൻസ് തട്ടിക്കൊണ്ട് പോയത് നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കണോന്. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടത്തിയാലേ ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളാണെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കത്തുള്ളൂ. കാരണം സയന്റിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വേണ്ട നടപടികളൊക്കെ എടുക്കേണ്ടത്. നമ്മളിങ്ങനെ കൈയടിയരുത്. കൈയടിയരുന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന കാര്യമെല്ലാം പറ മധു. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കും ഇത്? നമ്മുടെ നാട്ടിൽ വന്ന ആരെങ്കിലും ഏലിയൻസ് വന്ന് പിള്ളേരെ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും പറ ഈ കാലത്ത്? വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതായിരിക്കും, നമുക്ക് അന്വേഷണം നടത്താം. ഇല്ല സാറേ, 100% ഉറപ്പായി ഏലിയൻസ് തട്ടിക്കൊണ്ട് പോയെന്നുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് വേറെ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല, സമയം പോകത്തേ ഉള്ളൂ. സന്തോഷം ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, നമുക്ക് അതിന് മിലിറ്ററി പോവാം, മിലിറ്ററിയായിട്ട് ബന്ധപ്പെടാം. ഇതൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഒന്നും പറയണ്ട സാറേ. ഇനി എന്ത് ചെയ്യും മധു? എങ്ങനെ എന്റെ മോളെ രക്ഷിക്കും? മിലിറ്ററിക്കാർ നമ്മളെ കൈ ഒഴിഞ്ഞല്ലോ. ഞാൻ പോലീസ് എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ പറഞ്ഞ കാര്യം ഒരു കണക്കിലെടുത്തില്ല. ഏലിയൻസിന്റെ കാര്യം പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല, പോലീസ് സ്റ്റേഷനിൽ പോലും വിശ്വസിച്ചില്ല. പിന്നെ ഈ മിലിറ്ററിക്കാരുടെ കാര്യം പറയണോ? ഹലോ, എന്താ സാറേ? നിങ്ങൾ ഏലിയൻസിന്റെ കാര്യം പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിച്ചില്ലല്ലേ? ഇവരാരും വിശ്വസിക്കത്തില്ല. പോലീസ് സ്റ്റേഷനിലായാലും നമ്മൾ എവിടെ പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ ഞാൻ എനിക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട് പണ്ടാണെങ്കിൽ ഏലിയൻസിനെ. എൻ്റെ വീടിനടുത്താണെങ്കിൽ ഒരു കുട്ടിയെ പിടിച്ചോണ്ട് പോയത് ഏലിയൻസ്. പക്ഷെ എനിക്ക് അതിനെ രക്ഷിക്കാൻ പറ്റിയില്ല, കാരണം ഇവരോടെല്ലാം പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിച്ചില്ല. ആ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകരുത് ഇനി. സാറേ, എന്താ സാറേ ചെയ്യേണ്ടത് പറഞ്ഞോ സാറേ. എനിക്കതെങ്കിൽ പരിചയമുള്ള ഒരാളുണ്ട്. ആ പുള്ളി ആണെങ്കിൽ ഏലിയൻസിനെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തുന്ന ആളാണ്. അതായത് പുള്ളിക്കാരന് റിസർച്ച് നടത്തും ഇതിനെക്കുറിച്ച്. ആ പുള്ളിയെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടാതിരിക്കത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് മൗണ്ടൻ്റെ സൈഡിൽ കൂടെ ഒരു റോഡ് കണ്ടല്ലോ ഇടത്തോട്ട്, ആ വഴി എങ്ങോട്ട് കയറി പോയാൽ മതി. ആ പുള്ളിയുടെ വീട് കുറച്ച് മലമുകളിലായിട്ടാ. അയ്യോ സാറേ, വളരെ ഉപകാരം. ഞങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ശരി സാറേ. കമാൻഡോ കമാൻഡോ. ഇതാന്ന് തോന്നുന്നു ആ പുള്ളി പറഞ്ഞ വീടല്ലേ? അതേ മധു, ഇത് തന്നെയാണ് ഉറപ്പ്. കാരണം ഈ ഏരിയ വേറെ വീടൊന്നും കാണുന്നില്ലല്ലോ. ആളില്ലേ? ആരെയും കാണുന്നില്ലല്ലോ. ആരാ ആരാ നിങ്ങൾ ആരാ? നിങ്ങൾ കൈ നീട്ടിക്കേ, കൈ നീട്ടിക്കേ. കൈ നീട്ടാൻ എന്തിന്? സത്യം പറ, നിങ്ങൾ ഏലിയൻസ് അല്ലേ? അയ്യോ, ഞങ്ങൾ ഏലിയൻസ് അല്ലേ, ഞങ്ങൾ മനുഷ്യരാ. നിങ്ങൾ കൈ നീട്ടി, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആ, നിങ്ങൾ മനുഷ്യനാ. അപ്പൊ നിങ്ങൾ രണ്ടാളും മനുഷ്യരായിരിക്കുമല്ലോ. അതേനെ, ഞങ്ങൾ മനുഷ്യരാ. നിങ്ങളെന്താ ഏലിയൻസിനെ വല്ല കണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ, എങ്ങനെ മനസ്സിലായി? എന്നെ തേടി വരണമെങ്കിൽ ഏലിയൻസിന്റെ ചുറ്റുപാടില്ലാതെ ഇങ്ങോട്ട് വരത്തില്ലാരും. നാട്ടുകാർ പൊതുവെ പറഞ്ഞ് എനിക്ക് വട്ടാണെന്നാ. പക്ഷെ എനിക്കെന്നെ അറിയത്തുള്ളൂ, ഞാൻ ഏലിയൻസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സയന്റിസ്റ്റ് ആകും. പക്ഷെ ഏലിയൻസിന്റെ ഒരു കാര്യവും എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല, കാരണം ആരും വിശ്വസിക്കത്തില്ല. എനിക്ക് വട്ടം തന്നെ പറയുന്നത്. നിങ്ങൾക്ക് വട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യുമോ? എന്ത് വേണം പറ. സാറേ, എന്റെ മോളെ ആണെങ്കിൽ ഏലിയൻസ് ആക്കി പിടിച്ചോണ്ട് പോയി. ഒരു പേടം കൊണ്ടുവന്ന് പിടിച്ചോണ്ട് പോയത്. എന്റെ മോളാക്കി കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണെങ്കിൽ രാത്രിയില്ല, സന്ധ്യയൊക്കെ ആയപ്പോഴാ ഏലിയൻസ് ആക്കി പേടവും കൊണ്ട് വന്നിട്ടാണെങ്കിൽ മോളെ തട്ടിക്കൊണ്ട് പോയി. സത്യമാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ, സത്യമാണ് ഞങ്ങൾ പറയുന്നത്. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. അതെന്തായാലും വേറെ ഗ്രഹത്തിലേക്കായിരിക്കും കൊണ്ടുപോയത്. ഏതായാലും ഏതോ ഒരു അന്യഗ്രഹത്തിലോട്ടായിരിക്കില്ല ആ മോളെ കൊണ്ടുപോയത്. അതെ, എന്റെ മോളെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിച്ചു തരണം. അതിനൊരു വഴിയുണ്ട്, പക്ഷെ നിങ്ങൾ തന്നെ പരിശ്രമിച്ചേ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ വേറെ പേടകം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതെന്തെങ്കിലും ആരെങ്കിലും ഒരു ഹെൽപ്പിന് വരുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടതാ. ഏലിയൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഞാനാണെങ്കിൽ ആ പേടകം ഉണ്ടാക്കിയത് വെറും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയത്. ആ പേടകം ചിലപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങനെ നശിച്ചു പോയാൽ എനിക്ക് തീർച്ചയായും സംഭവിച്ചാലോ. അതുകൊണ്ട് ആ പരീക്ഷണം എനിക്ക് നടത്താനുള്ള ധൈര്യമില്ല. സാറ് നിർമ്മിച്ച പേടകം ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ അതിൽ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പോകാം സാറേ, എന്റെ മോക്കൊണ്ട് ഞാൻ തന്നെ പോകാം. വേണ്ട സന്തോഷേ, ഞാൻ പോകാം. ഇല്ല മധു, ഇനി ഞാൻ പറഞ്ഞേക്കില്ല. കാരണം ആ പേടകം ആണെങ്കിൽ അറിയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്ന്, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ഇല്ലെന്ന് അറിയത്തില്ല. കാരണം അതിന് എന്റെ മോക്ക് തന്നെ വേണ്ടിയിട്ട് ഞാൻ തന്നെ പൊക്കോളാം. അയാൾ തന്നെ പോട്ടെ, അയാളുടെ മകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ അന്യഗ്രഹത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള ഏലിയൻസ് കാണും. അതിന് ചെറുക്കാൻ വേണ്ടിയിട്ട് ആ പേടകത്തിൽ തന്നെ ആണെങ്കിൽ വെപ്പണൊക്കെ ഉണ്ട്. നിങ്ങൾ അതിൽ ഒരു റെഡ് കളറിലെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ആ വെളി നിൽക്കുന്നവരാണെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇതിപ്പോൾ തോക്ക് പോലെ. അപ്പോൾ പിന്നെ അതിനകത്ത് സെപ്പറേറ്റും തോക്കുണ്ട്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം. അന്യഗ്രഹത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ മോളെ എങ്ങനെ കണ്ടെത്തും? വലിയ ഗ്രഹമല്ലേ, മോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയും? കാരണം ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, അതിൽ ഏത് ഗ്രഹത്തിലെ മോളൊന്നും അറിയത്തില്ലല്ലോ. കറക്റ്റ് ചോദ്യം. അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്നറിയോ? എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ടോർച്ച് പോലത്തെ സംഭവം കണ്ടോ? ഇത് പക്ഷേ ടോർച്ചല്ല. നിങ്ങൾ ഏത് ഗ്രഹത്തിലാണോ ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നതിന് ശേഷം ഇതിനകത്തുള്ള സ്വിച്ച് അമർത്തണം. അതായത് ഈ ടോർച്ച് പോലത്തെ ഈ സംഭവമില്ലേ, ഈ മെഷീനകത്താണെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, അത് അമർത്തണം. അപ്പോൾ ഇതിനകത്താണെങ്കിൽ ലൈറ്റ് കത്തുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ അവിടെ ഉണ്ടെന്നാണ് അർത്ഥം. ലൈറ്റ് കത്തിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ ആ ഗ്രഹത്തിലില്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് വേറെ ഗ്രഹം നോക്കി പോകണം. എന്നിട്ട് ആ ഗ്രഹത്തിൽ ചെന്നിട്ട് ഈ സ്വിച്ച് അമർത്തി നോക്കണം. ലൈറ്റ് കത്തുന്ന ഏത് ഗ്രഹത്തിലാണോ ആ ഗ്രഹത്തിൽ നിങ്ങളുടെ മകൾ കാണും. ഞാൻ റെഡിയാ സാറേ, ഞാൻ റെഡിയാ. എന്നാ വരൂ, ഞാൻ നിർമ്മിച്ച പേടകം കാണിച്ചു തരാം, നിങ്ങൾ അതിൽ കയറിക്കോ. ദോ കിടക്കുന്ന പേടകം. സന്തോഷം, നിനക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. കാരണം ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആരോട് ചോദിക്കാനില്ല, നീ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്. ശരി മധു. അതെ മധു. കണ്ടല്ലോ, വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കയറിക്കോ. ഇതിനകത്ത് ആവശ്യമുള്ള വെപ്പണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓൾ ദ ബെസ്റ്റ്. സംശയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനി? ഇല്ല സാർ, ഒരു സംശയമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് മോളുടെ അടുത്ത് എത്തിയാൽ മതി. ഗുഡ് ലക്ക്. ശരി ശരി സാർ. ശരി മധു.
എല്ലാം ശരിയാകുമല്ലോ അല്ലേ സാറേ? എന്തുവാ എല്ലാം ശരിയാകുമല്ലോ അല്ലേന്നോ? നാട്ടുകാർ പറയുന്ന പോലെ ഇയാൾക്ക് വട്ട് തന്നെ. ഓ, ഇപ്പൊ മേഘങ്ങളുടെ ഒക്കെ ഇടയിലായല്ലോ, കുറച്ച് മുകളോട്ടായല്ലോ. സൂക്ഷിച്ചോടിക്കണം. ഒരുപാട് ദൂരമായല്ലോ ഇപ്പൊ. അങ്ങ് കാണുന്ന ഒരു ഗ്രഹം എന്ന് തോന്നല്ലോ, നേരെ ആ ഗ്രഹത്തിലോട്ട് വെച്ച് പിടിക്കാം. ഓ, അങ്ങനെ ഒരു ഗ്രഹത്തിൽ വന്നിറങ്ങി. എന്റെ മോൾ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് അമർത്തി നോക്കാം. ടോർച്ച് കത്തുവാന്നുണ്ടെങ്കിൽ, ടോർച്ച് അല്ലല്ലോ ഇത് മെഷീനല്ലേ, ഇത് കത്തുവാന്നുണ്ടെങ്കിൽ മോൾ ഇവിടെ ഉണ്ട്. ഇല്ല മോൾ ഇവിടെ ഇല്ല, ഇത് കത്തിയില്ലല്ലോ. ഉടനെ തന്നെ വേറെ ഗ്രഹത്തിലോട്ട് വെച്ച് പിടിക്കാം. ഈ ഗ്രഹത്തിൽ രാത്രിയാകുമെന്ന് തോന്നുന്നു. സൂര്യനൊക്കെ അങ്ങ് കാണാമല്ലോ അസ്തമിക്കുന്നതായിട്ട്. പെട്ടെന്ന് ഇവിടുന്ന് വേറെ ഗ്രഹത്തിലോട്ട് പുറപ്പെടാം. ആരോ ബാക്കി വന്ന് നിൽക്കുന്നു എനിക്ക് തോന്നി. ഏജൻസ് വല്ലതും വന്നോ? പെട്ടെന്ന് ഇവിടുന്ന് പുറപ്പെടാം.